അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 28 ബുധനാഴ്ച. താരസംഘടനയായ അമ്മയ്ക്ക് പിന്നാലെ ചലച്ചിത്ര പിന്നണി പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിലും പൊട്ടിത്തെറി. നേതൃത്വത്തിനെതിരെ സംവിധായകനും നടനുമായ ആഷിഖ് അബു രംഗത്തെത്തി. ഫെഫ്ക എന്നാൽ ഉണ്ണികൃഷ്ണൻ അല്ലെന്നും ഉണ്ണികൃഷ്ണന്റേത് വ്യാജ ഇടതുപക്ഷ പരിവേഷമാണെന്നും ആഷിഖ് അബു പറഞ്ഞു. ഉണ്ണികൃഷ്ണനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നു മാറ്റണമെന്നും ഫെഫ്കയുടെ പ്രതികരണം കാപട്യമാണെന്നും യൂണിയൻ നിലപാടല്ല വാർത്താക്കുറിപ്പെന്നും ആഷിഖ് അബു കൂട്ടിച്ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പരിഗണിക്കില്ല. കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ പ്രത്യേക സംഘം പരിഗണിക്കേണ്ടെന്ന് ഇന്നലെ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. കോൺക്ലേവ് നടത്താൻ UDF അനുവദിക്കില്ലെന്നും സർക്കാർ ഒളിച്ചുകളിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ നടത്തുന്ന കോൺക്ലേവ് എന്ത് വില കൊടുത്തും തടയുമെന്ന് അദ്ദേഹം പറഞ്ഞു. കുറ്റക്കാരെ സർക്കാർ ഒളിപ്പിക്കുന്നുവെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ആരെ രക്ഷിക്കാനാണ് പേജുകൾ വെട്ടിമാറ്റിയതെന്ന് വ്യക്തമാക്കണം. ആരോപണ വിധേയരെ ഇരകൾക്കൊപ്പം ഇരുത്തി എന്തിന് കോൺക്ലേവ് നടത്തുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. എന്തിനാണ് സർക്കാർ സ്ത്രീവിരുദ്ധ നിലപാടുകൾ എപ്പോഴും സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ലൈംഗിക പീഡനാരോപണം നേരിടുന്ന മുകേഷ് MLA രാജിവെക്കണമെന്നും സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സംയുക്ത പ്രസ്താവനയുമായി സാറ ജോസഫ്, KR മീര എന്നിവരുൾപ്പെട്ട 100 സ്ത്രീപക്ഷ പ്രവർത്തകർ. ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മുകേഷ് MLA സ്ഥാനം സ്വയം രാജിവെക്കേണ്ടതാണെന്നും അദ്ദേഹം അതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രസ്താവനയിൽ പറയുന്നു. സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്നും സിനിമാ കോൺക്ലേവിന്റെ ചുമതലകളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്യണമെന്നും അല്ലാത്തപക്ഷം MLA മുകേഷിന് കേരളത്തിലെ സ്ത്രീകളുടെ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും പ്രസ്താവന ഓർമ്മപ്പെടുത്തുന്നു. സിനിമാ കോൺക്ലേവിന്റെ ഭാഗമായി രൂപീകരിച്ച ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് MLAയും നടനുമായ മുകേഷ് ഒഴിഞ്ഞേക്കും. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സമിതിയിൽ നിന്നും മുകേഷ് ഒഴിയാൻ ആലോചന. ഒഴിയാൻ പാർട്ടി നിർദ്ദേശം നൽകിയെന്നും സൂചനയുണ്ട്. ഹേമ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കാതെയിരിക്കാൻ സർക്കാർ ഗൂഢാലോചനയുണ്ടെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഗുരുതര വിഷയങ്ങളിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ല. പതിവ് വർത്തമാനം മാത്രമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യം നടപടിയെടുക്കേണ്ടത് മുകേഷിനെതിരെയാണ്. മുകേഷിന്റെ രാജി ആവശ്യപ്പെടുന്നതിലാണ് സർക്കാരിന്റെ ആത്മാർത്ഥത തെളിയുന്നതെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അമ്മ എക്സിക്യൂട്ടീവ് രാജി സംഘടനയെ നവീകരിക്കുന്നതിന്റെ തുടക്കമാകട്ടെയെന്ന് ചലച്ചിത്ര പിന്നണി പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക. ലൈംഗികാതിക്രമം നടത്തിയതായി പരാമർശമുള്ള മുഴുവൻ ആളുകളുടെയും പേര് പുറത്തുവരട്ടെയെന്നും ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ പറയുന്നത് ഉചിതമല്ലെന്നും ഫെഫ്ക പ്രതികരിച്ചു. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് സംവിധായകൻ വിനയൻ കത്തയച്ചു. അന്യായമായ പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തി എന്ന കുറ്റത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിക്കുകയും സുപ്രീം കോടതി അത് ശരിവയ്ക്കുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അത് വ്യക്തമായി പറയുകയും ചെയ്തിരിക്കുന്ന ഫെഫ്ക സെക്രട്ടറി ശ്രീ B. ഉണ്ണികൃഷ്ണനെ കേരള സർക്കാരിന്റെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് വിനയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഓണം 100-ാം ഓണം, സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
ആരോപണ വിധേയനായ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി കൊച്ചിയിലെ അഭിഭാഷകരുമായി ചർച്ച നടത്തി. യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തലിനുമാണ് മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത്. 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2016-ൽ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് പരാതിക്കാരിയെ സിദ്ദിഖ് ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. ഡിജിപിക്ക് ഇമെയിൽ മുഖേനയാണ് നടി പരാതി നൽകിയത്. താരസംഘടനയായ അമ്മയുടെ നിലവിലെ ഭരണസമിതിയെ പിരിച്ചുവിട്ട സാഹചര്യത്തിൽ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ 1 മാസത്തിലധികം നീളുമെന്ന് വിവരം. വിജ്ഞാപനം പുറത്തിറക്കുന്നത് മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം വരെയുള്ള ഘട്ടങ്ങൾക്ക് വേണ്ടി തന്നെ 1 മാസത്തോളം സമയം വേണമെന്നാണ് റിപ്പോർട്ട്. ഓൺലൈൻ യോഗം നടന്നതിന് ശേഷമായിരുന്നു താരസംഘടന ഭരണസമിതി രാജിവെക്കാൻ തീരുമാനിച്ചതെന്ന് നടൻ വിനു മോഹൻ. സംഘടനയിൽ ഒരിക്കലും ഭിന്നത ഉണ്ടായിട്ടില്ലെന്നും എന്നാൽ തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചിരുന്നുവെന്നും വിനു മോഹൻ പറഞ്ഞു. ഒപ്പമുള്ളവരിൽ സാമ്പത്തികപരമായും ആരോഗ്യകരമായും ബുദ്ധിമുട്ടുന്നവർക്ക് കൃത്യമായി കൈനീട്ടവും ഇൻഷുറൻസുമൊക്കെ നമ്മൾ നൽകാറുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇനി തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നുവെന്നും വിനു മോഹൻ വ്യക്തമാക്കി. താരസംഘടന അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ട സംഭവത്തിൽ അമ്മ അംഗങ്ങൾക്കിടയിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. മോഹൻലാൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുൾപ്പെടെ 17-അംഗ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുകയായിരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട തീരുമാനം ഒരുമിച്ചല്ലെന്നും രാജിവെച്ചിട്ടില്ലെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന സരയു പറഞ്ഞു. എന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ടെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമ പരാതികളിൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകണമെന്ന് നടി ഐശ്വര്യ ലക്ഷ്മി. സിനിമാ മേഖല മെച്ചപ്പെടണമെന്ന പ്രതിബദ്ധതയുള്ളവർ നേതൃത്വത്തിൽ എത്തണം. തീരുമാനം എടുക്കാനാകുന്ന പദവികളിൽ സ്ത്രീകൾ ഉണ്ടാകണമെന്നും ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കാനിരിക്കെ സംഭരിച്ചു വച്ചിരുന്ന വിളകൾക്കും വായ്പകൾക്കും ഉൾപ്പെടെ സഹായം വേണമെന്നാവശ്യപ്പെട്ട് കേരളം. വയനാട്ടിൽ സന്ദർശനം നടത്തുന്ന കേന്ദ്ര സംഘത്തിന് മുന്നിൽ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. വയനാട്ടിലേത് അസാധാരണ ദുരന്തമെന്ന രീതിയിൽ കണക്കാക്കിയാൽ മാത്രമേ ഈ ആവശ്യങ്ങൾ പരിഗണിക്കാനിടയുള്ളൂവെന്നാണ് സൂചന. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ഇന്ന് കർണാടക മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണും. കോഴിക്കോട് MP MK രാഘവൻ, മഞ്ചേശ്വരം MLA AKM അഷ്റഫ് എന്നിവരും കൂടെയുണ്ടാകും. ബംഗളൂരുവിൽ ഇരുവരുടെയും വസതികളിൽ എത്തിയാണ് കാണുക. വടകരയിൽ കാറപകടത്തിൽ പരിക്കേറ്റ് കോമയിലായ 9 വയസ്സുകാരിയുടെ ദുരിതത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. പോലീസ് വീഴ്ചയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് തേടി. ലീഗൽ സർവീസ് അതോറിറ്റി മുഖേനയാണ് ഇടപെടൽ. വടകര റൂറൽ പോലീസിൽ നിന്നുമാണ് അടിയന്തര റിപ്പോർട്ട് തേടിയത്. ഇടിച്ച കാർ കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. കുട്ടിക്ക് നിയമസഹായം നൽകുമെന്നും ലീഗൽ സർവീസസ് അതോറിറ്റി വ്യക്തമാക്കി. ക്രമക്കേടുകൾ നടന്നെന്ന സംശയത്തെ തുടർന്ന് LDF ഭരിക്കുന്ന പത്തനംതിട്ട മലയാലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തു. 1 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നെന്നാണ് കോൺഗ്രസ് ആരോപണം. ചിട്ടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊരുത്തക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടെന്നും വകുപ്പുതല പരിശോധനയുടെ ഭാഗമായി ബാങ്ക് സെക്രട്ടറി ഷാജിയെ സസ്പെൻഡ് ചെയ്തെന്നുമാണ് ഡയറക്ടർ ബോർഡ് വിശദീകരണം. അതേസമയം പരിശോധന തുടരുകയാണെന്ന് സഹകരണ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ 19 വയസ്സുകാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. പെൺകുട്ടിയെ ആക്രമിച്ചെന്ന് സംശയിക്കുന്ന 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 3 പേരെ കസ്റ്റഡിയിൽ എടുത്തത്. പശ്ചിമബംഗാളിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ 12 മണിക്കൂർ പ്രഖ്യാപിച്ച ബന്ദ് തുടരുന്നു. യുവ ഡോക്ടറുടെ കൊലപാതകത്തിനെതിരായി പ്രതിഷേധിച്ചവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP പ്രതിഷേധിക്കുന്നത്. അതേസമയം ബന്ദ് നടത്താൻ അനുവദിക്കില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. ബംഗാൾ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവർമാർ ഹെൽമറ്റ് വെച്ചാണ് സർവീസ് നടത്തുന്നത്. പശ്ചിമബംഗാളിലെ BJP പ്രഖ്യാപിച്ച ബന്ദിൽ വ്യാപക സംഘർഷം. പലയിടത്തും BJP തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി.
യുവ ഡോക്ടറുടെ മനുഷ്യത്വരഹിതമായ കൊലപാതകത്തിൽ എല്ലാ സ്ത്രീകളോടും ക്ഷമ ചോദിക്കുന്നു എന്നാണ് പ്രതിഷേധം രൂക്ഷമായതിന് പിന്നാലെ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചത്. പീഡനക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ അടുത്തയാഴ്ച നിയമസഭ പാസാക്കുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. 10 ദിവസത്തിനകം ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ നിയമ ഭേദഗതി ചെയ്യുമെന്നാണ് മമതാ ബാനർജി അറിയിച്ചിരിക്കുന്നത്. പാസാക്കുന്ന ബിൽ ഗവർണർക്ക് അയക്കും. ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവനു മുന്നിൽ താൻ കുത്തിയിരിക്കുമെന്നും മമത അറിയിച്ചു. കൊൽക്കത്തയിലെ റാലിയിലായിരുന്നു മമതാ ബാനർജിയുടെ പ്രഖ്യാപനം. 10 കൊല്ലം പൂർത്തിയാക്കിയ കേന്ദ്ര പദ്ധതി ജൻധൻ യോജനയെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വ്യവസ്ഥാപിത സാമ്പത്തിക സംവിധാനത്തിലേക്ക് ആളുകളെ ഉൾപ്പെടുത്തുന്നതിൽ പദ്ധതി വഹിച്ച പങ്ക് ഏറെ പ്രധാനമാണെന്നും കോടിക്കണക്കിന് ആളുകൾക്ക് അത് അന്തസ്സ് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. RSS മേധാവി മോഹൻ ഭാഗവതിന്റെ സുരക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കും തുല്യമാക്കി ഉയർത്തി. നിലവിൽ Z+ സുരക്ഷയാണ് മോഹൻ ഭാഗവതിന്. Z+ കാറ്റഗറിയിൽ നിന്ന് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻ കാറ്റഗറിയിലേക്കാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ മോഹൻ ഭാഗവത് സന്ദർശനം നടത്തുന്ന ഘട്ടങ്ങളിൽ സുരക്ഷയിൽ വീഴ്ചയുണ്ടാകുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പുതിയ സമൂഹമാധ്യമ നയവുമായി ഉത്തർപ്രദേശ് സർക്കാർ. UP സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സമൂഹമാധ്യമങ്ങളിൽ പുകഴ്ത്തിയാൽ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് മാസം 8 ലക്ഷം രൂപ വരെ നേടാം. ഇതുമായി ബന്ധപ്പെട്ട നയം മന്ത്രിസഭ അംഗീകരിച്ചു. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, എക്സ് പ്ലാറ്റ്ഫോം, ഫേസ്ബുക്ക് തുടങ്ങിയ ഇടങ്ങളിൽ ഫോളോവേഴ്സിന് അനുസരിച്ചായിരിക്കും പണം നൽകുക. സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നാണ് വിശദീകരണം. മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ യൂറോപ്പിൽ ഒതുങ്ങില്ലെന്ന് അമേരിക്കയ്ക്ക് റഷ്യയുടെ മുന്നറിയിപ്പ്. യുക്രൈൻ കുസ്ക് അധിനിവേശവുമായി ബന്ധപ്പെട്ടാണ് പ്രതികരണം. അധിനിവേശത്തിന് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന പിന്തുണ തീക്കളിയാണെന്ന് വിദേശകാര്യമന്ത്രി സെർജി ലവ്റോസ് മുന്നറിയിപ്പ് നൽകി. പാശ്ചാത്യ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയിലേക്ക് യുക്രൈൻ കടന്നുകയറുന്നതിനെക്കുറിച്ചാണ് റഷ്യയുടെ പ്രതികരണം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.